Today we will discuss some problem. The question is, prove that limit n tends to infinity r raised to n equal to infinity if r greater than 1, 1 if r equal to 1, 0 if 0 less than or equal to r less than 1. അപ്പോൾ നമ്മളിത് ഓരോ കേസായിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ r raised to n-ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് r ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇൻഫിനിറ്റിയും r ഈക്വൽ ടു 1 ആകുമ്പോൾ 1ഉം r 0യ്ക്കും 1നും ഇടയിലാണെങ്കിലും 0 ആണെങ്കിലും ലിമിറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഓരോ കേസ് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കേസാണ് എടുക്കുന്നത്. ഫസ്റ്റ് ലെറ്റ് r ഗ്രേറ്റർ ദാൻ 1. അപ്പം r ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമുക്ക് r-നെ ജസ്റ്റ് ഒരു എലമെന്റ് ആയിട്ട് എടുക്കാം. ദെൻ r ഈക്വൽ ടു ഒരു 1 പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ, അതിനെ നമ്മൾ എസ് എന്ന് കൊടുത്തു. r എന്ന് പറഞ്ഞാൽ 1-നേക്കാളും വലുതാന്ന് പറഞ്ഞുകൊണ്ട് 1 പ്ലസ് എസ് എന്ന് എടുത്തു. വേർ എസ് ഈസ് എ പോസിറ്റീവ് നമ്പർ, അല്ലെങ്കിൽ എസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതിയാൽ മതി. വേർ എസ് ഗ്രേറ്റർ ദാൻ 0. ഇനി നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയാമോ? ദെൻ ബൈ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് r പവർ n ആണ്. r പവർ n എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എസ് പവർ n. അപ്പൊ ഇവിടെയാണ് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യേണ്ടില്ല. അപ്പൊ ബൈനോമിയൽ എക്സ്പാൻഷനിലെ ഫസ്റ്റ് ടൈം എങ്ങനെയാ 1 പ്ലസ് എൻ എസ് പ്ലസ് അങ്ങനെ കുറച്ച് ടേംസ് എല്ലാം പോസിറ്റീവ് ടേംസ് ആയിരിക്കും. ഇവിടെ 1 പ്ലസ് എസ് ഓൾറേസ് n ആയതുകൊണ്ട് അപ്പൊ ഇനി വരുന്ന പോസിറ്റീവ് ടേംസിന് നമ്മൾ ജസ്റ്റ് പോസിറ്റീവ് ടേംസ് അതിന്റെ പവർ എന്താ, പോസിറ്റീവ് ടേംസ് വിത്ത് ഹയർ പവർ ഓഫ് എസ്. ഇതിന്റെ എസിന്റെ ഹയർ പവർ ആയിട്ട് വരുന്നു. അപ്പോൾ n എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വിത്ത് ഹയർ പവർ ഓഫ് എസ്. നമുക്ക് ഈ ടൈം ബാക്കിയുള്ള ടൈം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും r raised to n എന്ന് പറഞ്ഞത് 1 പ്ലസ് എൻ എസിനേക്കാളും വലുതാണല്ലോ. r raised to n എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എൻ എസ് പ്ലസ് സം പോസിറ്റീവ് ടൈമാണ്. അപ്പോൾ 1 പ്ലസ് എൻ എസിനേക്കാളും എന്തായാലും വലുതാണ്. ഇതിനേക്കാൾ ഇത്രയും കൂടെ ടൈം കൂടുതലുണ്ടല്ലോ. അപ്പോൾ r പ്ലസ് 1 പ്ലസ് എൻ എസിനേക്കാളും ഗ്രേറ്റർ ദാനാണ് കിട്ടും ഇതിൽ നിന്ന്. ഇനി എൻ എസ് എന്ന് പറയുന്നത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പം എൻ എസ് എന്താവും? ആൻഡ് എൻ എസ് കൺവേർജസ് ടു ഇൻഫിനിറ്റി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് പറയാം അല്ലേ. അപ്പോൾ എൻ എസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ്ഡ് ടു n എന്ന് പറയുന്നത് എന്താ പറയാം, r റേസ്ഡ് ടു n എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ r റേസ്ഡ് ടു n-നേക്കാളും ചെറിയൊരു സാധനം ഇൻഫിനിറ്റിയിലോട്ട് കൺവേർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയ സാധനം ഇൻഫിനിറ്റിയിലോട്ട് തന്നെ ആയിരിക്കുമല്ലോ കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ്ഡ് ടു n ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റത്തെ കാര്യം നമുക്ക് പ്രൂവ്ഡ് ആയി. ഇനി സെക്കൻഡ് r ഈക്വൽ ടു 1 ആവുമ്പോൾ നോക്കാം. when r ഈക്വൽ ടു 1 ആകുമ്പോൾ r റേസ് ടു n എന്താ, r ഈക്വൽ ടു 1 ആകുമ്പോൾ r റേസ് ടു n ഈക്വൽ ടു 1 ആണ് ഫോർ ഓൾ n. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n എന്ന് പറയുന്നത് എന്തിനും 1. അപ്പം അതിൽ യാതൊരു സംശയമില്ല, അത് ഡയറക്റ്റ് നമുക്ക് കിട്ടും. ഇനി അടുത്ത തേർഡ് കേസാണ് നമ്മൾ നോക്കേണ്ടത്. തേർഡ് കേസ് എന്ന് പറയുന്നത് കൺസിഡർ ദ കേസ് വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ 1. അപ്പൊ ഈ കേസിൽ നമ്മൾ ആദ്യം r ഈക്വൽ ടു 0 എന്ന് എടുക്കാം.
ആർ ഈക്വൽ ടു സീറോയുടെ കേസ് മാത്രം എടുക്കുക. ഇഫ് ആർ ഈക്വൽ ടു സീറോ, ആർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആർ റേസ് ടു എൻ എന്താവും? സീറോ ആവും. ഫോർ ഓൾ എൻ ആവും. അപ്പോൾ സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ എന്ന് പറയുന്നത് സീറോ ആവും. അപ്പോൾ ആർ ഈക്വൽ ടു സീറോയുടെ കേസിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് അറിയാനുള്ളത് സീറോ ലെസ് ദാൻ ആർ ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞ കേസ്. അപ്പൊ ലെറ്റ് സീറോ ലെസ് ദാൻ ആർ ലെസ് ദാൻ വൺ. അപ്പൊ ഈ കേസിൽ നമുക്ക് ഇപ്പൊ ഈ സീറോയ്ക്കും വണ്ണിനും ഇടയിലുള്ള നമ്പേഴ്സ് ഏത് ഫോമിലായിരിക്കും? എന്തായാലും സീറോയ്ക്കും വണ്ണിനും ഇടയിലുള്ള നമ്പറാണ്. നെഗറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 1/2 1/3 അങ്ങനത്തെ ആ ഫോമിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വണ്ണിനേക്കാൾ വലുതായിരിക്കും. സീറോയ്ക്കും വണ്ണിനും ഇടയിലുള്ള നമ്പറിന്റെ റെസിപ്രോക്കൽ എടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് പറയാം, നമ്മള് റോ എന്ന് പറയുന്നത് 1/r ആയിട്ട് എടുത്തു. റോ ഈക്വൽ ടു 1/r എന്ന് പറഞ്ഞെടുത്തു. 1/r ഇവിടുന്ന് കാണുമ്പോൾ എന്ത് വരും? ഇല്ലെന്ന് 1/r എന്ന് പറയുന്നത് എന്ത് വരും? ഗ്രേറ്റർ ദാൻ 1 വരുമല്ലേ? അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. റോ എന്ന് പറയുന്നത് 1നേക്കാളും വലുതായിട്ടുള്ള നമ്പറാണ്. അപ്പൊ 1നേക്കാളും വലുതായിട്ടുള്ള നമ്പറിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. നമ്മൾ ഫസ്റ്റ് കണ്ടു അല്ലെ? അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ വി ഹാവ് ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റോ റൈസ് ടു n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം റോ എന്ന് പറയുന്നത് സിൻസ് റോ ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് വെച്ചിട്ട് then by properties of limit n tends to infinity r raised to n എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ലിമിറ്റ് n tends to infinity 1/rho raised to n എന്ന് എഴുതാം അല്ലെ? നമ്മൾ റോ ആയിട്ട് എടുത്ത 1/r ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ അപ്പൊ എന്താന്ന് വെച്ചാൽ ലിമിറ്റ് n tends to infinity 1 എന്ന് പറഞ്ഞാൽ 1 ലിമിറ്റ് n tends to infinity റോ റേസ് ടു n. ഇത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു? ഇൻഫിനിറ്റി. 1/ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ആ കേസ് നമുക്ക് പ്രൂവ്ഡ് ആയി. അപ്പൊ നമുക്ക് therefore എന്ത് പറയാം? 3 കേസും പ്രൂവ്ഡ് ആയതുകൊണ്ട് therefore r raised to n equal to infinity if r greater than 1 if r equal to 1 0 if 0 less than or equal to r less than 1. അപ്പൊ ഇങ്ങനെ ഒത്തിരി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒത്തിരി ടഫാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. നമുക്ക് കാണുമ്പോഴേ ഒരു ടഫാന്നുള്ള വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതെ വരും. അപ്പൊ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും കിട്ടാവുന്നതാണ്. നമുക്ക് ഉള്ള ഐഡിയാസ് വെച്ച് നമുക്കറിയാവുന്ന ഐഡിയാസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഫസ്റ്റത്തെ ലിമിറ്റ് n tends to infinity e raised to -n. സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് n tends to infinity 3 raised to n. തേർഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് n tends to infinity e plus 2/3 all raised to n all power 4. ഇത്രയാണ് നമുക്ക് കാണാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. ഫസ്റ്റ് ലിമിറ്റ് n tends to infinity e raised to -n ആണ് നമുക്ക് കണ്ടത്. അപ്പൊ നമുക്കറിയാം ഇ എന്ന് പറയുന്നത് എന്താ? ഇ എന്ന് പറയുന്ന നമ്പർ നമുക്ക് എത്രയാണെന്ന് ഏകദേശം അറിയാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണ്. വി നോ ദാറ്റ് ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഇംപ്ലൈസ് 1/e എന്ന് പറയുന്നത് 1/e എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഇ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1/e ലെസ് ദാൻ 1 ആയിരിക്കും. 1/e ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1/e എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് സിൻസ് 1/e ലെസ് ദാൻ 1 അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നേ പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ട് ബൈ ലിമിറ്റ്സ് ഓഫ് പവേഴ്സ് എന്ത് കിട്ടും?
ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എന്ന് പറഞ്ഞാൽ e⁻⁻1 അപ്പൊ e⁻⁻1 ഓൾ പവർ n ആണ് e⁻n അല്ലെ. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e⁻n ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ e⁻n വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ e ഓൾ പവർ n എഴുതിയാണ് അല്ലെ. അപ്പൊ 1 ബൈ e എന്ന് പറയുന്നത് 1നേക്കാൾ ചെറിയ നമ്പർ ആണ്. അപ്പൊ 1 ബൈ e ഓൾ പവർ n ലിമിറ്റ് എന്തായിരിക്കും? 1നേക്കാൾ ചെറുത് 0നേക്കാൾ വലുതായിട്ടുള്ള നമ്പറിന്റെ ലിമിറ്റ് നമ്മൾ കണ്ടിരുന്നു തൊട്ട് മുന്നേ 0 ആയിരിക്കും. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട്. അപ്പൊ ആ റിസൾട്ടിൽ പവർ വരുന്നതൊക്കെ നമ്മൾ ആ റിസൾട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെയും കുറെ റിസൾട്ടുകൾ ഇനി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പവർ വരുന്നതൊക്കെ നമുക്ക് ഈ റിസൾട്ട് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്, n പവർ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ച് എനിക്ക് ചെയ്തു തരാം. തേർഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a പ്ലസ് 2/3 all raised to n all power 4. അപ്പൊ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ആദ്യം എടുക്കാം. അപ്പൊ നമുക്കറിയാം 2/3 എന്ന് പറയുന്നത് എന്താണ്? 1നേക്കാൾ വലുതാണോ 1നേക്കാൾ ചെറുതാണോ? 2/3 എന്തായാലും 1നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റിന്റെ പവർ വെച്ചിട്ടുള്ള ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് by limits of powers and by the properties of limit we get limit n tends to infinity e plus 2/3 on power n എന്ന് പറയുന്നത് എന്ത് കിട്ടും? ലിമിറ്റ് n tends to infinity സം റൂൾ യൂസ് ചെയ്യാം. n tends to infinity e പ്ലസ് ലിമിറ്റ് n tends to infinity 2/3 ഓൾ പവർ n. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് e തന്നെ വരും. ഇതിന്റെ 2/3 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ്, ഈ പവറിന്റെ ലിമിറ്റ് എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് അവിടെ e എന്ന് തന്നെ കിട്ടും. നമുക്ക് ഇതല്ല കണ്ട, ഇതിന്റെ പവർ 4 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ പവർ 4 കാണാൻ വേണ്ടി നമ്മളിവിടെ x⁴ എന്ന് പറയുന്നത് f(x) ആയിട്ട് എടുക്കുക. അപ്പൊ ലെറ്റ് f(x) ഈക്വൽ ടു x⁴. x⁴ കണ്ടിന്യൂസ് ആണല്ലോ. then f is continuous അല്ലേ, ഫോർ ഓൾ എക്സ്. എല്ലാ റിയൽ വാല്യൂയുടെ എക്സിനും എഫ് എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ദെൻ ബൈ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഓഫ് സീക്വൻസ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്താ പറയാം? ലിമിറ്റ് n tends to infinity e plus 2/3 all power n all raised to 4 equal to limit n tends to infinity f of e plus 2/3 all power n which is equal to ലിമിറ്റിനും എഫിനെ അങ്ങോട്ടും കൂടെ ഇന്റർചേഞ്ച് ചെയ്യാനാണ് അല്ലെ. അപ്പൊ എഫ് ഓഫ് ലിമിറ്റ് n tends to infinity e plus 2/3 all power n അല്ലേ. അപ്പൊ ഇനിയും നമ്മൾ എന്ത് ചെയ്യാ? ഇത് നമ്മൾ കണ്ടുപിടിച്ച എന്തായിരുന്നു? ഇ ആയിരുന്നു. അപ്പൊ എഫ് ഓഫ് ഇ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഇ. എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x⁴ ആണ്. അപ്പൊ എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ e⁻⁴. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ലിമിറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഇവിടെ അധികം പ്രോപ്പർട്ടീസും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത കുറെ ടെസ്റ്റുകളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള
കുറേ അധികം ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടികളെല്ലാം പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക.